ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിലെ അടച്ചിട്ട മുറിയിൽ 20 മണിക്കൂർ നീണ്ട ആ ചർച്ചകൾ നടന്നപ്പോൾ പുറത്ത് ലോകം ശ്വാസമടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആഗോള ക്രമത്തിന് ഈ ചർച്ചകൾ ഒരു ജീവൻ രക്ഷാ മരുന്നാകുമെന്ന് പലരും വിശ്വസിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുത പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ അവസാനിക്കുമെന്ന് കരുതിയ നിമിഷമായിരുന്നു അത്. എന്നാൽ ചർച്ചയുടെ ഒടുവിൽ പുറത്തു വന്ന വാർത്തകൾ ലോകത്തെ വീണ്ടും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി. വിട്ടുവീഴ്ചകൾക്കും തർക്കങ്ങൾക്കും ഇടയിൽ ഒരു കരാറിലെത്താതെ ആ ചർച്ചകൾ പിരിയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? സമാധാനത്തിന്റെ വാതിലുകൾ എന്നേക്കുമായി അടയുകയാണോ, അതോ ഇതൊരു പുതിയ തുടക്കമാണോ? അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ ലോകമേറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടതായിരുന്നു. ആ ചർച്ചകൾ ഒരു കരാറിലെത്താതെ അവസാനിച്ചത് ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമായി. ഏകദേശം ഒരു മാസത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങൾക്കും യുദ്ധസമാനമായ അന്തരീക്ഷത്തിനും വിരാമമിടാൻ ഈ ചർച്ചകൾ സഹായിക്കുമെന്ന് ലോകം പ്രതീക്ഷിച്ചിരുന്നു. ഈ ചർച്ചകൾ പരാജയപ്പെടാനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ 20 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്നാണ് US ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് പരമാവധി 5 വർഷം മാത്രമേ സാധ്യമാകൂ എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിന്നു. 12.5 വർഷത്തെ ഇടക്കാല കാലാവധി എന്ന നിർദ്ദേശം ഉയർന്നെങ്കിലും ഇരുപക്ഷവും അതിനോട് പൂർണ്ണമായി യോജിച്ചില്ല. ഇതിനിടയിൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഇറാന്റെ ആഭ്യന്തര സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന നിലപാടായിരുന്നു അമേരിക്ക നേരത്തെ സ്വീകരിച്ചു വന്നിരുന്നത്. പക്ഷെ ഇപ്പോ 20 വർഷത്തേക്ക് നിർത്തിവെക്കാനാണ് ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ടത്. ആണവ സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ അമേരിക്ക തങ്ങളുടെ മുൻ നിലപാടുകളിൽ നിന്ന് അല്പം പിന്നോട്ട് പോയത് ശ്രദ്ധേയമായ മാറ്റമാണ്. ചർച്ച പരാജയപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം ഹോർമൂസ് കടലിടുക്കും ഉപരോധങ്ങളുമാണ്. അതായത് ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കുന്നതും ചർച്ചാ വിഷയമായിരുന്നു. ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം നീക്കണമെന്ന് US ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾക്കെതിരെയുള്ള രാജ്യാന്തര ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന നിലപാടിലായിരുന്നു ഇറാൻ. ഇനി മൂന്നാമത്തേത് ചർച്ചയിൽ വിശ്വാസക്കുറവ് തിരിച്ചടിയായി. ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയ ഏറ്റവും വലിയ ഘടകവും ഇതുതന്നെയാണെന്ന് പറയേണ്ടി വരും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള അവിശ്വാസമാണ്. ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി ഉന്നയിച്ച ചോദ്യം ചർച്ചയുടെ ഗതി തന്നെ മാറ്റിമറിച്ചു. മുൻപ് ജനീവ ചർച്ചകൾക്കിടയിൽ ആക്രമിക്കില്ലെന്ന് ഉറപ്പ് നൽകിയ ശേഷം വെറും 2 ദിവസത്തിനുള്ളിൽ USഉം ഇസ്രായേലും സഖ്യം നടത്തിയ ആക്രമണം അദ്ദേഹം എടുത്തു പറഞ്ഞു. നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന അരാഗ്ചിയുടെ ചോദ്യം ചർച്ചാമുറിയിൽ വലിയ നിശബ്ദതയാണ് ഉണ്ടാക്കിയത്. പഴയ ഉടമ്പടികൾ ലംഘിക്കപ്പെട്ട ചരിത്രം പുതിയൊരു കരാറിൽ എത്തുന്നതിന് വലിയ തടസ്സമായി നിലകൊള്ളുന്നു. എങ്കിലും ഈ ചർച്ച ചില പ്രതീക്ഷകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടെങ്കിലും ഇത് പൂർണ്ണമായൊരു അന്ത്യമാണെന്ന് പറയാനാകില്ല. ചർച്ചകൾ 80% വിജയത്തിലായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുമ്പോഴും ഇറാൻ ചർച്ചകൾക്ക് താല്പര്യം പ്രകടിപ്പിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഉടൻ തന്നെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയേക്കാമെന്ന സൂചനകളും ലോകത്തിന് ആശ്വാസം നൽകുന്നുണ്ട്. വിശ്വാസ്യതയുടെ ആ വലിയ വിടവ് നികത്താൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചാൽ മാത്രമേ ലോകത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന ഈ യുദ്ധഭീതിക്ക് ശാശ്വത പരിഹാരമുണ്ടാകൂ. യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ നിന്ന് നയതന്ത്രത്തിന്റെ പാതയിലേക്ക് ഇരു രാജ്യങ്ങളും തിരിച്ചു വരികയും ലോകത്തിന്റെ ഭാവി സുരക്ഷിതമാകുന്ന ഒരു കരാറിൽ അവർ എത്തിച്ചേരുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ചർച്ചകളുടെ പരാജയം ലോകത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയും എണ്ണവിലയും ഹോർമൂസ് കടലിടുക്കിലെ ശാന്തിയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഈ ചർച്ചകളുടെ വിജയം 2 രാജ്യങ്ങളുടെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ആവശ്യമാണ്. ലോകം സമാധാനത്തിലേക്ക് പഴയതുപോലെ തിരിച്ചു വരേണ്ടതുണ്ട്. അത് അമേരിക്കയുടെയും ഇറാന്റെയും മാത്രം ആവശ്യമല്ല, ലോകരാജ്യങ്ങളുടെ മുഴുവൻ ആവശ്യമാണ്. ഇന്നത്തെ ലോകക്രമത്തിൽ ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടതായി വരും.